Hello guys, welcome back to Cricket Talks with Kiran. Take a bow ജിതേഷ് ശർമ്മ. ജിതേഷിന്റെ IPL കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് കണ്ട മത്സരത്തിൽ 6 വിക്കറ്റുകൾക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ലക്നൗ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയത്. RCBയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റൺ ചേസിനാണ് ഇന്നലെ ഏകന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്താനും ക്വാളിഫയർ 1ലേക്ക് യോഗ്യത നേടാനും RCBക്കായി. നാളെ മുള്ളൻപൂരിൽ നടക്കുന്ന ക്വാളിഫയർ 1ൽ പഞ്ചാബ് കിങ്സിനോടായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏറ്റുമുട്ടുക. ഈ മത്സരത്തിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു 2 പെർഫോമൻസ് എടുത്തു പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഇന്നലെ ജിതേഷിന്റെ ആ ഒരു എക്സ്ട്രാordinary പെർഫോമൻസ്, അതുപോലെ വിരാട് കോഹ്ലിയുടെ 50, ഇതിനിടയിലേക്ക് മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള 2 ഇന്നിങ്സ്. എന്നാൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട 2 പ്രകടനങ്ങളാണ്. അതിലൊന്ന് മയങ്ക് അഗർവാളിന്റെയാണ്. ഇപ്പോൾ അഗർവാളിന്റെ കാര്യം അറിയാം, നമ്മുടെ DDPക്ക് ദേവദത്ത് പടിക്കലിന് പരിക്കായതിനു ശേഷം ആ ഒരു ടൂർണമെന്റിന്റെ ബാക്ക് എൻഡിനോട് അടുപ്പിച്ചാണ് അഗർവാൾ ടീമിലെത്തുന്നത്. അപ്പോൾ ടീമിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ മത്സരത്തിൽ ഫെയിലായി. കഴിഞ്ഞ മത്സരത്തിൽ ഒരു 4 ഒക്കെ അടിച്ച് തുടങ്ങിയെങ്കിലും ആ ഒരു ഇന്നിങ്സ് ഒരു ഫെയിലിയർ ആയിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ ഒരു ഗെയിം ടൈം കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. ഇതൊരു ക്രഞ്ച് ഗെയിമാണ്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ ക്വാളിഫയർ, ഇല്ലെങ്കിൽ എലിമിനേറ്റർ എന്നൊരു അവസ്ഥയിലാണ് ഇന്നത്തെ മത്സരം. അപ്പോൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വളരെ മികച്ചൊരു ഇന്നിങ്സ് ആണ്. ഇപ്പോൾ സ്കോർ നോക്കുമ്പോൾ വലിയൊരു സ്കോർ കാണുന്നില്ല, 23 മുതൽ 41 മാത്രമാണ് ഉള്ളതെങ്കിലും ആ ഒരു മത്സരത്തിന്റെ കോണ്ടെക്സ്റ്റിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു മയങ്ക് അഗർവാളിന്റേത്. ഇപ്പോൾ വിരാട് കോഹ്ലി ക്രീസിൽ നിന്ന സമയത്ത് വന്നിട്ട് ഒരു അടുപ്പിച്ച് കുറച്ച് 4കൾ അടിച്ചിട്ട് വിരാടിൽ നിന്ന് ഒരു പ്രഷർ കുറയ്ക്കാൻ മയങ്ക് അഗർവാളിനായി. അതുപോലെ ജിതേഷ് ശർമ്മയായിട്ടുള്ള പാർട്ണർഷിപ്പിലായാലും കൃത്യമായിട്ടൊരു സെക്കൻഡ് ഫീൽഡിൽ പ്രോപ്പറായിട്ട് സ്ട്രൈക്ക് കൈമാറി. അപ്പം നിന്നിട്ട് കുറേ ഡോട്ട് ബോൾസുകൾ വരുത്താതെ കൃത്യമായിട്ട് സ്ട്രൈക്ക് കൈമാറി ജിതേഷിന് സ്ട്രൈക്ക് കൊടുത്തിട്ട് അവസാനം വരെ ആ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ അറിയാം ഇതുപോലൊരു ഹ്യൂജ് ചേസ് വരുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ SRHനെതിരെയും ഇതുപോലെ തന്നെ ചേസിൽ ഒരു പരിധി വരെ, ഒരു 14ാമത്തെ ഓവർ വരെ ആ ഒരു ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തുടർച്ചയായിട്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് RCB തോൽക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വിക്കറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, സ്ട്രൈക്ക് റേറ്റ് 178 ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാനും പ്രോപ്പറായിട്ട് സ്ട്രൈക്ക്, അതായത് ഡോട്ട് ബോൾസ് വരാതെ പ്രോപ്പറായിട്ട് സ്ട്രൈക്ക് മാറാനും വേണ്ട സമയത്ത് ബൗണ്ടറി അടിക്കാനും മയങ്ക് അഗർവാളിനായി. അപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു മയങ്ക് അഗർവാളിൻ്റെത്. അതുപോലെ തന്നെ നുവാൻ തുഷാരയുടെ, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഹേസൽവുഡിനെ അവർ റിസ്ക് ചെയ്തില്ല. അപ്പോൾ പകരം നുവാൻ തുഷാരയാണ് ഇറങ്ങിയത്. അപ്പോൾ നുവാൻ തുഷാര നന്നായിട്ട് ഇപ്പോൾ ആദ്യത്തെ ഓവർ തൊട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഒരു പെർഫെക്റ്റ് ഔട്ട് സ്വിംഗ് ഒക്കെ വന്നിട്ട് ബാറ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ബോളർ നുവാൻ തുഷാരയാണ് ഇന്നലെ 2 ഇന്നിങ്സ് നോക്കിയാൽ. അപ്പോൾ 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റാണ് നമ്മുടെ നുവാൻ തുഷാര വഴങ്ങിയത്. എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട പെർഫോമൻസ് തന്നെയായിരുന്നു. സത്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ലുങ്കിയൻഗിഡിക്ക് പകരം തുഷാരയ്ക്ക് അവസരം കൊടുത്തിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകുന്ന പെർഫോമൻസ് ആയിരുന്നു ഇന്നലത്തേത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻ കേസ് ഹേസൽവുഡ് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയാത്തൊരു സമയത്ത് തുഷാരയ്ക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻഗിഡിക്കാണ് അവസരം കിട്ടിയത്. എന്നാൽ ഇന്നലെ കിട്ടിയ ആ ഒരു അവസരം നുവാൻ തുഷാര വളരെ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മത്സരത്തിന്റെ ഇൻഡെപ്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ 2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരത്തിൽ RCB നയിച്ചത് ജിതേഷ് ശർമ്മയാണ്. നമ്മുടെ രജിത് പട്ടിദാർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് തന്നെയാണ് ടീമിലെത്തിയത്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ 2 ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ടിം ഡേവിഡിന് ഇഞ്ചുറിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡിനെ അവർ റിസ്ക് ചെയ്യുന്നില്ല. അപ്പം ടിം ഡേവിഡിന് പകരം ലിയാം ലിവിങ്സ്റ്റോണും അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡിന് പകരം നുവാൻ തുഷാരയാണ് കളിച്ചത്. ഇപ്പോൾ ജിതേഷ് ശർമ്മ പറഞ്ഞതനുസരിച്ച് പ്ലേ ഓഫിൽ ഇവർ 2 പേരും കാണും. ക്വാളിഫയർ 1 ഇവർ 2 പേരും കളിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഈ 2 ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും RCB നിരയിൽ ഉണ്ടായിരുന്നത്. ഇനി LSGയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എയ്ഡൻ മാർട്ടൺ കളിച്ചില്ല, പകരം മാത്യു ബ്രേറ്റ്സ്കിയാണ് കളിച്ചത്. അതുപോലെ തന്നെ സസ്പെൻഷന് ശേഷം ദിഗ്വേഷ് ഷെതി ടീമിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. നമ്മൾ LSGയുടെ പവർ പ്ലേ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ 55 റൺസാണ് അവർ സ്കോർ ചെയ്തത്. 9.16 ആണ് അവരുടെ റൺ റേറ്റ്. 1 വിക്കറ്റ് അവർക്ക് നഷ്ടമായി. അത് ബ്രേറ്റ്സ്കിയുടെ വിക്കറ്റ് ആയിരുന്നു. നുവാൻ തുഷാരയാണ് വിക്കറ്റ് എടുത്തത്. പിന്നെ 1 ഡൗൺ ആയിട്ട് വന്നത് ഋഷഭ് പന്താണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മത്സരത്തിന്റെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് ഋഷഭ് പന്ത് 16 റണ്ണേ എടുത്തുള്ളൂവെങ്കിലും ഈ സീസണിൽ ഇതേവരെ ഋഷഭ് പന്തിനെ കണ്ട ഏറ്റവും ആ ഒരു ബെസ്റ്റ് നോക്ക്, അതായത് ടച്ചിലാണെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു നോക്ക് കഴിഞ്ഞ ഇന്നിങ്സിലെ ഒരു ഷോർട്ട് കമ്മിയോ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഈ മത്സരത്തിൽ ഋഷഭ് പന്ത് ഫുൾ ഫ്ലോയിൽ കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു 9.16 പവർ പ്ലേ ഫേസിൽ 9.16 കിടന്ന റൺ റേറ്റ് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ 12ന് മുകളിൽ ഉയർത്താൻ നമ്മുടെ ഋഷഭ് പന്തിന് മിച്ചൽ മാർഷിനായി. മിച്ചൽ മാർഷ് തുടക്കം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു സ്ക്രാച്ച് ഇന്നിങ്സ് ആയിരുന്നു സ്റ്റാർട്ടിൽ. അതായത് തന്റെ സ്ഥിരം രീതിയിൽ അറ്റാക്ക് ചെയ്തൊരു ഹെവി സ്ട്രൈക്ക് റേറ്റിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ മിച്ചൽ മാർഷിന് തുടക്കം കഴിഞ്ഞില്ല. ആ സമയത്ത് ഋഷഭ് പന്ത് കത്തിക്കയറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വന്ന RCB ബോളർമാരെ എല്ലാം അടിച്ചു. ഈ ഒരു ഫേസിലാണെങ്കിൽ അവർക്ക് വിക്കറ്റ് നഷ്ടമായതുമില്ല. ഇപ്പം നമ്മൾ മിച്ചൽ മാർഷ് ഇന്നിങ്സ് നോക്കിയാൽ 37 പന്തിൽ 67 റൺസാണ് എടുത്തത്. ഋഷഭ് പന്തിന് നോട്ട് ഔട്ട് ആണ് 61 പന്തിൽ 118, 11 4ഉം 8 6ഉം അടക്കം ഒരു എക്സ്ട്രാordinary ഇന്നിങ്സ് ആണ് ഋഷഭ് പന്ത് കളിച്ചത്. ഇപ്പം നമ്മൾ ആ ഒരു വാഗൺ വീൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് സൈഡിലായാലും ലെഗ് സൈഡിലായാലും തൻ്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു ഇമ്പോസിങ് പ്രസൻസ് ഉണ്ടായിരുന്നു. അതായത് 2 സൈഡിലും മനോഹരമായിട്ട് ഷോട്ട്സ് കളിക്കാൻ ഋഷഭ് പന്തിനായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പന്ത് ആ ഒരു ഫൈനൽ ഓവേഴ്സ്, ഡെത്ത് ഓവേഴ്സിലും പന്ത് നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. ഡെത്ത് ഓവേഴ്സിൽ 5 ഓവറിൽ 63 റൺസാണ്
ഇവർ RCB വഴങ്ങിയത്. അവിടെ ഡെത്ത് ഓവേഴ്സിലെ റൺ റേറ്റ് എന്ന് പറയുന്നത് 12.6 ആണ്. ഇങ്ങനെ വന്നപ്പോഴേക്കും 227 പോലൊരു ഹൈലി ഇമ്പോസിംഗ് ആയിട്ടുള്ള ഹൈലി ഡോണ്ടിങ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പോസ്റ്റ് ചെയ്യാൻ LSGക്കായി. വെറും 3 വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടത്. നമ്മൾ RCBയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ ന്യൂവാൻ തുഷാർ തന്നെയാണ് പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 4 ഓവറിൽ 26 യഷ്ദൽ എക്സ്പെൻസീവായി. ഭുവനേശ്വർ കുമാറും റൊമാരിയോ ഷെപ്പേർഡുമാണ് ഓരോ വിക്കറ്റ് എടുത്തത്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ നന്നായിട്ട് ബോൾ എന്നെങ്കിലും 2 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ. 2 ഓവറിൽ 14 റൺസാണ് വഴങ്ങിയത്. ഇനി എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ RCBയുടെ വൺ ഓഫ് ദ വേർസ്റ്റ് ബോളിംഗ് പെർഫോമൻസ് ആണ്. അത് മാത്രമല്ല, ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും പോരായിരുന്നു. അതായത് ബോളേഴ്സിനെ പ്രോപ്പറായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ജിതേഷിന് കഴിഞ്ഞില്ല. ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ വളരെ നന്നായിട്ട് ബോൾ ചെയ്ത കൃണാൽ പാണ്ഡ്യ 2 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ. ആ 2 ഓവർ ബാക്കി 2 ഓവർ യൂട്ടിലൈസ് ചെയ്യാൻ ജിതേഷിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡാണ് 20ാമത്തെ ഓവർ എറിഞ്ഞത്. ഇപ്പോൾ റൊമാരിയോ ഷെപ്പേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് 1-2 ഓവർ എറിയാമെന്നല്ലാതെ നമുക്ക് ഡെത്ത് ഓവർ ഒന്നും, അതായത് പ്രത്യേകിച്ച് 20ാമത്തെ ഓവറൊന്നും കൊടുക്കാൻ പറ്റിയ ബോളറല്ല. പക്ഷേ ആ ഒരു ബോളിങ്ങിൽ ആ ഒരു മിസ്കാൽക്കുലേഷൻ വന്നത് കാരണം ആ 20ാമത്തെ ഓവർ റൊമാരിയോ ഷെപ്പേർഡ് എറിയേണ്ടതായിട്ട് വന്നു. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഫീൽഡിങ്ങും വളരെ മോശമായിരുന്നു. അപ്പോൾ ഈ സീസണിൽ RCBയുടെ സൈഡിൽ നിന്ന് കണ്ട വൺ ഓഫ് ദ വേർസ്റ്റ് ഫീൽഡിംഗ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കണ്ടത്. അതായത് നല്ല ഫീൽഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പോലും, അതായത് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ കയ്യിൽ നിന്ന് പോലും പന്ത് ചോർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം എല്ലാ ഫീൽഡേഴ്സും ആ ഒരു ഇപ്പോൾ തുടക്കം ആ പന്തൊക്കെ നന്നായിട്ട് അടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടായ ഒരു ഡിഫറൻസ് ആണോ എന്ന് അറിയില്ല ആ ഒരു ഫീൽഡിംഗ് സമയത്ത്. എങ്കിലും ഫീൽഡിംഗ് മോശമായിരുന്നു. പക്ഷെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ LSGയുടെ ഫീൽഡിംഗ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, RCBയേക്കാൾ മോശം ഫീൽഡിംഗ് ആയിരുന്നു LSG. അപ്പോൾ LSG ഇഷ്ടം പോലെ മിസ്ഫീൽഡ് വരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൂടുതൽ മിസ്ഫീൽഡ് ചെയ്ത ടീം തോറ്റു എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് ഇനി നമ്മൾ RCB ഇന്നിങ്സിലോട്ട് വരുമ്പോഴുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഹേസൽവുഡ് ഇല്ലാത്തതിന്റെ ആ ഒരു അഭാവം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞു. അത് മാത്രമല്ല, ഇതേവരെ കണ്ട ആ ഒരു ഇന്റൻസിറ്റി, ആ ഒരു ഫീൽഡിലുള്ള ഇന്റൻസിറ്റി ശരിക്കും മിസ് ചെയ്തു. നമുക്കറിയാലോ, ആ ഒരു എനർജി, ആ ഒരു വൈബ് ഇന്നലെ ആ ഒരു ഫീൽഡിൽ മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സും ഫീൽഡിലുണ്ടായി. ഇനി നമ്മൾ ചേസിങ്ങിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ മത്സരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ SRH 230+ റൺസ് എടുത്തു. അതിലൊരു 14 ഓവർ വരെ ഈ ഒരു ചേസിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിയ ചേസിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ക്വയറ്റ് ഓവേഴ്സ് വന്നു കഴിഞ്ഞാൽ ചേസ് ഭയങ്കര ടൈറ്റ് ആവും. ഇപ്പോൾ ഇന്നലത്തെ മത്സരം നോക്കി കഴിഞ്ഞാൽ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും ചേർന്ന് ഒരു എക്സലന്റ് സ്റ്റാർട്ടാണ് കൊടുത്തത്. ഇപ്പോൾ വിരാട് കോഹ്ലിയാണോ അതിൽ അഗ്രസർ. ഇപ്പം പലരും വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ 180 30 പന്തിൽ 54 റൺസ്. ഈ സീസണിൽ 8ാമത്തെ 50 ആണ്. എക്സ്ട്രാ ഓർഡിനറി ഫോമിലാണ്. അത് വിരാട് കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലായാലും അതിന് മുന്നിലത്തെ സീസണിലായാലും 600+ റൺസ് എടുത്തു. സ്ട്രൈക്ക് റേറ്റും വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്ക് റേറ്റ് ആണ്. അതുപോലെ തന്നെ ഫിൽ സോൾട്ടും നല്ല തുടക്കമാണ് നൽകിയത്. 19 പന്തിൽ 30 റൺസാണ് ഫിൽ സോൾട്ട് എടുത്തത്. ഇപ്പോൾ നമ്മൾ RCBയുടെ ആ ഒരു പവർ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 66 റൺസ്, ഒരു 11 റൺസ് റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ RCBക്കായി. അത് കഴിഞ്ഞ് പട്ടിദാർ വന്നു. പട്ടിദാർ ടച്ചിലാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും പുറത്തായി. 7 പന്തിൽ 14 റൺസ് എടുത്ത് ഓറൂർക്കിനെ കളിക്കാൻ, ഒരു ഷോർട്ട് ഓഫ് സൈഡിൽ കളിക്കാനുള്ള ശ്രമത്തിനിടെ രജിത് പട്ടിദാർ പുറത്തായി. പിന്നീട് വന്ന് ലിവിങ്സ്റ്റൺ ഗോൾഡൻ ഡക്ക്. അപ്പോൾ ഈ സീസണിൽ ഇതേവരെ ഒരു നല്ല ഇന്നിങ്സ്, കാര്യമായിട്ട് പ്രകടനം നടത്താൻ ലിവിങ്സ്റ്റൺ ആയില്ല. ഇന്നലത്തെ മത്സരത്തിലും ഫസ്റ്റ് ബോൾ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ LBW ആവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് മയങ്ക് അഗർവാൾ വരുന്നത്. അപ്പോൾ മയങ്ക് അഗർവാളിന്റെ കാര്യവും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഒരു എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു. ചെറിയൊരു സ്കോർ മാത്രമാണെങ്കിലും ഒരു എക്സലന്റ് ഇന്നിങ്സ് ആയിരുന്നു. പിന്നെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 30 പന്തിൽ 10 4 അടക്കം 54 റൺസാണ് വിരാട് എടുത്തത്. അപ്പോൾ വിരാടിന്റെ വിക്കറ്റ് പോകുന്നത് 12ാമത്തെ ഓവറിലാണ്. അപ്പോൾ വിരാടിന്റെ വിക്കറ്റ് പോകുമ്പോൾ 123, 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എന്ന നിലയിലായിരുന്നു RCB. അപ്പോഴാണ് ജിതേഷ് ശർമ്മ ക്രീസിലേക്ക് വരുന്നത്. ഇപ്പോൾ അറിയാലോ, വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ ആണ്. ഇപ്പോൾ ഇതുപോലൊരു ചേസിൽ വളരെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന കോഹ്ലിയാണ്. അപ്പോൾ ആ ഒരു പ്ലേസ്മെന്റ് മാറിപ്പോയത് കൊണ്ടാണ് അവിടെ വിക്കറ്റ് വന്നത്. അപ്പോൾ വിരാടിനെ പോലൊരു ഹൈ സ്റ്റാച്ചർ ഉള്ള ഒരു പ്ലെയർ പുറത്താവുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രഷർ അവിടെ കൂടുതലാവും. കാരണം അത്രയും കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ട ചേസാണ്. എവിടെയെങ്കിലും ഒരു 1-2 ഓവർ ഡിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ പണി കിട്ടും. അവിടേക്കാണ് സ്റ്റാൻഡ് ഇൻ ക്യാപ്റ്റനായി ജിതേഷ് ശർമ്മ വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടതാണ് ജിതേഷ് ശർമ്മയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ്. IPLലെ ആദ്യത്തെ 50, അത് തന്നെ വൺ ഓഫ് ദ ലൈഫ് ടൈം നോക്സ് എന്ന് പറയാവുന്ന ഒരു പ്രഷർ സിറ്റുവേഷനിൽ, ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ, അതായത് തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച നോക്കാണ് ജിതേഷ് ശർമ്മ അവിടെ കളിച്ചത്. ജിതേഷിന്റെ ഒരു ബ്ലിറ്റ്സ് കൂടെ വന്നപ്പോഴേക്കും ആ ഒരു മിഡിൽ ഓവേഴ്സിൽ 111 റൺസാണ് RCB സ്കോർ ചെയ്തത്. ഇപ്പൊ ഇവർ സ്കോർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 109 റൺസാണ്. ഇവിടെ 2 റൺസിന്റെ വ്യത്യാസം. അതായത് ആ ഒരു നമ്മുടെ LSG സ്കോർ ചെയ്തതിനേക്കാൾ ഒരു 2 റൺസ് അധികം ആ ഒരു മിഡിൽ ഓവേഴ്സിൽ സ്കോർ ചെയ്യാൻ RCBക്കായി. 3 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. റൺ റേറ്റ് വരുമ്പം 12.33. ജിതേഷ് ഇന്നിങ്സിനെ പറ്റി ഒന്നും ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സൂപ്പർലേറ്റീവ്സ് തികയാതെ വരും. അത്രയും മികച്ചൊരു ഇന്നിങ്സ് ആണ് ജിതേഷ് ശർമ്മ കളിച്ചത്. ഇനി നമ്മൾ ഡെത്ത് ഓവേഴ്സ് ബേസ് നോക്കുകയാണെങ്കിൽ 3.4 ഓവറിൽ 53 റൺസ്, അതായത് 8 പന്ത് ബാക്കി നിൽക്കെ 227 പോലൊരു
ഹൈ സ്കോർ ചേസ് ഡൗൺ ചെയ്യാൻ ആർ സി ബിക്കായി. അത് വളരെ മികച്ചൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു വിന്നാണ്. പിന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡ്രമാറ്റിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന മാച്ച് ആയിരുന്നു, പ്രത്യേകിച്ച് ദിഗ്വേഷ് ഷെട്ടി എറിഞ്ഞ ആ ഓവറിൽ ആദ്യം ജിതേഷ് ശർമ്മ ഒരു റിവേഴ്സ് സ്വീപ്പ് കളിക്കാൻ ശ്രമിച്ച് പുറത്തായി. അതൊരു ബാക്ക് ഫുട്ട് നോബോൾ ആയിരുന്നു. ഇപ്പോൾ ഫ്രീ ഹിറ്റ് 6 അടിച്ച് ജിതേഷ് അർദ്ധ സെഞ്ചുറി തികച്ചു. അതിനുശേഷമാണ് ആ ഒരു മങ്കാദിങ് ഇൻസിഡന്റ് വരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മങ്കാദിങ്ങിന് എതിരല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബാറ്റേഴ്സ് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കുന്നതിന് എതിര് തന്നെയാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ എറിയുന്നതിന് മുമ്പ് ക്രീസ് വിട്ട് ആ ഒരു 2 യാർഡ്സ് അല്ലെങ്കിൽ 3 യാർഡ്സ് എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ ഒരു അവസരത്തിൽ ബോളർ ബാറ്ററിനെ ഔട്ട് ആക്കുന്നതിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അപ്പോൾ അവിടെ ഒരു സ്പിരിറ്റ് ഓഫ് ദ ക്രിക്കറ്റ് കൊണ്ടുവരണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇതൊരു ബാറ്റേഴ്സ് ഗെയിമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ബാറ്റർ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ദിഗ്വേഷ് ഷെട്ടി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നല്ല, അത് നോട്ട് ഔട്ട് തന്നെയായിരുന്നു. ഋഷഭ് പന്ത് അപ്പീൽ വിത്ഡ്രോ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് അപ്പീൽ വിത്ഡ്രോ ചെയ്തില്ലെങ്കിലും അത് നോട്ട് ഔട്ട് തന്നെ ആയനെ. അതിന് കാരണം എന്ന് പറയുന്നത് ഇന്നലത്തെ ആ ഒരു ഇൻസിഡന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ദിഗ്വേഷ് ഷെട്ടി ബോൾ ചെയ്യാൻ വന്നിട്ട് ഇപ്പോൾ ലോസ് അനുസരിച്ചിട്ട് ആ ഒരു ഡെലിവറി സ്ട്രൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ബോൾ എറിയാൻ നാച്ചുറൽ ആയിട്ട് വരുമ്പോൾ വന്നിട്ട് ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ എറിയാൻ വന്നിട്ട് ഇങ്ങനെ ആ ഒരു ഫുൾ ഇത് വരുമല്ലോ, ആ ഈ ഒരു മൊമെന്റിൽ ബോൾ റിലീസ് ചെയ്യണം. ആ ഒരു പോയിന്റിൽ നമ്മൾ അങ്ങനെയാണല്ലോ ഒരു ഇത് വരുന്നത്. ആക്ഷൻ വന്നു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ ബോൾ റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്ത പോയിന്റ് കഴിഞ്ഞിട്ടാണ് വന്ന് സ്റ്റംപ് ചെയ്യുന്നതെങ്കിൽ അത് ഔട്ടല്ല. കാരണം ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർക്ക് ക്രീസിൽ നിന്ന് ഇറങ്ങാം. ഇവിടെ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ദിഗ്വേഷ് വന്ന് ഇത് കഴിഞ്ഞിട്ടാണ് തിരികെ വന്ന് സ്റ്റംപ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ലോസ് അനുസരിച്ച് നോട്ട് ഔട്ട് ആണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഡെലിവറി സൈഡ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ആക്ച്വൽ ആ ഒരു ആക്ഷൻ അനുസരിച്ചാണെങ്കിൽ പന്ത് ഡെലിവറി ചെയ്യേണ്ട ഇത് കഴിഞ്ഞു, ആ ഒരു പോയിന്റ് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ബാറ്റർ ക്രീസ് വിട്ട് ഇറങ്ങിയാൽ അവിടെ റൺഔട്ട് ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അത് നോട്ട് ഔട്ട് വന്നത്. പിന്നെ പന്ത് അപ്പീൽ വിത്ഡ്രോ ചെയ്തു. ഇപ്പോൾ ഇന്നലെ ഔട്ട് ആയിരുന്നെങ്കിൽ, അതായത് ആ ഒരു സിറ്റുവേഷനിൽ ഔട്ട് ആയിരുന്നെങ്കിൽ അത് നോട്ട് ഔട്ട് ആയനെ, അത് വേറെ കാര്യം. കാരണം പന്ത് അപ്പീൽ വിത്ഡ്രോ ചെയ്തു, അതൊരു നല്ല ജസ്റ്റർ തന്നെ ആയിരുന്നു. എങ്കിൽ കൂടിയും ഇന്നലത്തേത് നോട്ട് ഔട്ട് തന്നെയാണ്. അവിടെയാണ് എനിക്കൊരു ആ ഒരു ദിഗ്വേഷ് ഷെട്ടി ചെയ്തതിനോട് എതിർപ്പുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്കാദിങ് ചെയ്യുന്നത് തെറ്റില്ല, അങ്ങനെ ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്യാനുള്ള അവസരം ജിതേഷ് കൊടുത്തില്ല. നമ്മൾ ആ ഒരു റീപ്ലേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ജിതേഷ് ക്രീസിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ഡെലിവറി സൈഡ് കംപ്ലീറ്റ് ആവുന്ന ആ ഒരു ടൈമിലാണ് ജിതേഷ് ക്രീസ് വിട്ട് ഇറങ്ങിയത്. അപ്പോൾ അവിടെയാണ് എനിക്ക് ആ ഒരു ചെയ്തതിനോട് ഒരു എതിർപ്പുള്ളത്. അത് മാത്രമല്ല അത് നോട്ട് ഔട്ട് ആണ് അക്കോർഡിംഗ് ടു റൂൾസ്. അല്ലാതെ മങ്കാദിങ് ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇന്നലെ ആ ഒരു ടൈമിങ് തെറ്റി. ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ചെയ്യണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജിതേഷ് ക്രീസിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. അത് വേറൊരു കാര്യം. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ജിതേഷ് ഇന്നിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 33 പന്തിൽ 8 4ഉം 6 6ഉം അടക്കം 85 റൺസാണ് എടുത്തത്. ജിതേഷ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. വെൽ ഡിസേർവ്ഡ് ആണ്. കാരണം ഈ ഒരു ഇന്നിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ നോക്കിനെ ഇനി വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് തന്നെ വെൽ ഡിസേർവ്ഡ് ആണ്. ഇനി നമ്മൾ ഇവരുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ദിഗ്വേഷ് നന്നായിട്ട് ബോൾ ചെയ്തു. അപ്പോൾ ഈ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത യങ് ബോളേഴ്സിൽ ഒരാളാണ് ദിഗ്വേഷ്. 4 ഓവറിൽ 36 റൺസാണ് വഴങ്ങിയത്. വിക്കറ്റ് ഒന്നും എടുത്തില്ല. വില്യം ഉറൂർക്കാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്, 2 വിക്കറ്റ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 4 ഓവറിൽ 74 റൺസ് കൊടുത്തു. ഇപ്പോൾ ആകാശ് സിംഗ് 4 ഓവറിൽ 40, ഷഹബാസ് അഹമ്മദ് 3 ഓവറിൽ 39, പിന്നീട് ആവേശ് ഖാൻ 3 ഓവറിൽ 32 റൺസ് എടുത്ത് 1 വിക്കറ്റ് എടുത്തു. പിന്നെ ഞാൻ ഫീൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, LSGയുടെ ഗ്രൗണ്ട് ഫീൽഡിംഗ് വൺ ഓഫ് ദി വേഴ്സ്റ്റ് ആയിരുന്നു. RCB ഫീൽഡിൽ കുറേ മിസ്റ്റേക്സ് വരുത്തിയിരുന്നു. അതിനേക്കാൾ കൂടുതൽ മിസ്റ്റേക്സ് LSG വരുത്തി. അപ്പോൾ ആ ഒരു ഫീൽഡിംഗ് വൈസ് LSG മോശമായിരുന്നു. ഈ ഒരു വിജയത്തോടെ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്താനും RCBക്കായി. 2016 ശേഷം ആദ്യമായിട്ടാണ് ഒരു ടോപ്പ് 2 പൊസിഷനിൽ RCBക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നത്. ഇതോടെ ക്വാളിഫയർ 1 RCB കളിക്കും. നാളെ മുള്ളൻപൂരിൽ വെച്ച് പഞ്ചാബ് കിങ്സിനെതിരെയാണ് RCBയുടെ മത്സരം. എന്നെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫിക്സറാണത്. അതായത് കപ്പില്ലാത്ത 2 ടീമുകളാണ് നമ്മുടെ പഞ്ചാബും RCBയും. അതിലൊരു ടീം എന്തായാലും ഫൈനലിൽ എത്തുമെന്ന് ഉറപ്പായി. ഇനി ഫൈനലിലും വീണ്ടും ഒരു പഞ്ചാബ് കിങ്സ് RCB പോരാട്ടം കാണാനാവുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.